അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്തുവാ? റിസപ്ഷൻ. ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചെങ്കിലും ഒരുങ്ങിയല്ലേ ഇറങ്ങിയപ്പോൾ വൈകിട്ട് ഒരു 5 മണിയായി. ചെങ്ങന്നൂർ വെച്ചാണ് റിസപ്ഷൻ. ചെങ്ങന്നൂർ ചന്തയ്ക്കകത്ത് തന്നെ വീട്. അതുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത പലതരം പച്ചക്കറികളുള്ള കുറേ കടകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഈ കടപ്പളാൻ ചക്ക കണ്ട് വസു ഭയങ്കര അത്ഭുതത്തോടെ ഇത് കറി വെക്കുന്നതാണോ പഴുത്ത് തിന്നുന്നതാണോ എന്ത് ചെയ്യുന്നതാ അമ്മയെന്നൊക്കെ എന്നോട് കുറേ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. എന്നിട്ട് പോയത് ഇതുപോലെ ഉണക്കമീൻ മണപ്പിച്ച് നോക്കിയപ്പോൾ ഞാൻ അവനെ അപ്പം തന്നെ വഴക്ക് പറഞ്ഞു. ചേട്ടൻ അന്നേരത്തേക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നു. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ നല്ല തിരക്കായിരുന്നു അവിടെ. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ കുടുംബശ്രീക്കാരുടെ സരസ്മേള നടക്കുന്നത്. അന്ന് വൈകിട്ടായിരുന്നു അവിടെ മോഹൻലാൽ വരുന്നത്. അതിൻ്റെയും കൂടെ ഒരു പ്രത്യേക തിരക്കായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ നേരെ റിസപ്ഷൻ നടക്കുന്നിടത്തോട്ട് ചെന്ന് അപ്പം പുറത്ത് വെൽക്കം ഡ്രിങ്കും സ്റ്റാർട്ടേഴ്സും ഒക്കെ ആയിട്ട് ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു. തൊണ്ടയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഞാനൊന്നും എടുക്കാൻ നിന്നില്ല. വസു എന്തൊക്കെയോ പെറുക്കി പെറുക്കി കഴിക്കുന്നത് കണ്ട് ഞങ്ങൾ നേരെ ചെന്ന് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ ഓരോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്ന്. ഞങ്ങൾക്ക് ഒരുപാട് താമസിക്കാതെ വീട് പിടിക്കണം എന്നുണ്ടായിരുന്നു. കാരണം തലേ ദിവസത്തെ ഉറക്കക്ഷീണവും യാത്രാക്ഷീണവും ഒക്കെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. വയ്യായെങ്കിലും അങ്ങോട്ട് പോയപ്പോൾ ഞാൻ നല്ല കൂർക്ക പുറത്ത് നോട്ടം ഇട്ട് വെച്ചായിരുന്നു. തിരിച്ചിറങ്ങിയപ്പോൾ ചേട്ടനെ കൊണ്ട് 1/2 കിലോ കൂർക്കയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ വീട്ടിലോട്ട് പോയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.